1945 സെപ്റ്റംബർ 2 രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു. സെപ്റ്റംബർ 3 ഇത് യുദ്ധമില്ലാത്ത ലോകമായി. യുദ്ധത്തിന് പോലും ഒരു പരിധിയുണ്ടെന്നർത്ഥം. പക്ഷെ ഇന്ന് നാം നേരിടുന്ന ഈ മഹാമാരിയുടെ പരിധി എവിടെയാണെന്ന് ലോകത്ത് ആർക്കും പറയാൻ പറ്റില്ല. ആദ്യത്തെ ലോക്ക്ഡൌൺ കഴിയുന്നതോടുകൂടി ഈ വൈറസ് ഇന്ത്യ വിട്ടു പോകുമെന്നായിരുന്നു നമ്മുടെയൊക്കെ ഒരു ധാരണ. മാർച്ചും ഏപ്രിലും കടന്ന് ഇപ്പൊ സെപ്റ്റംബറിലെത്തി. കോവിഡ് കൂടുകയല്ലാതെ കുറയുന്ന യാതൊരു ലക്ഷണവുമില്ല. ചില രാജ്യങ്ങളിലൊക്കെ പരീക്ഷണാർത്ഥം തുറന്ന വിദ്യാലയങ്ങളടക്കം വീണ്ടും പൂട്ടി തുടങ്ങി എന്നാണ് കേൾക്കുന്നത്. മാജിക് പ്ലാനറ്റിലെ സ്റ്റാഫും ഭിന്നശേഷിയുള്ള എൻ്റെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഒക്കെ ദിവസവും വിളിച്ചു ചോദിക്കും, ഇനി എന്നാണ് മാജിക് പ്ലാനറ്റ് തുറക്കുകയെന്ന്. ഞാൻ എന്താ പറയുക? ലോകത്തുള്ള ഭൂരിഭാഗം മനുഷ്യർക്കും ഇത്രമാത്രം കൺഫ്യൂഷൻ ഉണ്ടായ ഒരു കാലം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരെയൊക്കെ വിളിക്കുന്നോ അവരൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഡിപ്രഷനിലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഡിപ്രഷൻ കൊണ്ട് വൈറസ് വിട്ടുപോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ നിൽക്കാം. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ധാരണയോടുകൂടി മുന്നോട്ട് പോകാം. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാവരോടും പോസിറ്റീവായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുക എന്നതാണ്. പണ്ട് ഒരു കഥ പറയാറുണ്ട്. ഒരു പാവപ്പെട്ടവൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര പാവപ്പെട്ടവൻ ആയത് എന്ന്. ദൈവത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, നീ ദാനം ചെയ്യാൻ പഠിക്കാത്തത് കൊണ്ടാണ് ദരിദ്രനായത് എന്ന്. അത് കേട്ട ദരിദ്രൻ ചോദിച്ചു, പക്ഷെ എന്റെ കയ്യിൽ ദാനം ചെയ്യാൻ ഒന്നുമില്ലല്ലോ. ദൈവത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, നിന്റെ മുഖത്തിന് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പുഞ്ചിരി നൽകാൻ കഴിയും. നിന്റെ ചുണ്ടുകൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല വാക്കുകൾ കൊടുക്കാൻ കഴിയും. നിന്റെ കൈകൾക്ക് ആശ്രയമില്ലാത്തവരുടെ കൈകൾ പിടിച്ച് സഹായിക്കുവാൻ കഴിയും. എന്നിട്ടും നീ പറയുന്നു മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന്. നീ ദുഃഖിക്കുമ്പോഴും മറ്റുള്ളവരെ നോക്കി നിനക്ക് ചിരിക്കാൻ കഴിയുമെങ്കിൽ നീ ദാനം ചെയ്യുകയാണ്. നിന്റെ മനസ്സ് വിങ്ങുമ്പോഴും മറ്റുള്ളവരോട് നല്ല വാക്കുകൾ നിനക്ക് പറയാൻ സാധിക്കുമെങ്കിൽ നീ ദാനം ചെയ്യുകയാണ്. മറ്റൊരാൾ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞ് നീ അവർക്ക് ആശ്വാസമാവുകയാണെങ്കിൽ നീ ദാനം ചെയ്യുകയാണ്. ദാനം പണത്തെക്കുറിച്ച് മാത്രമാണ് എന്നത് വെറും തെറ്റായ ഒരു ധാരണയാണ്. അതിനാൽ ദാനം ചെയ്യുക, നിങ്ങൾ ദരിദ്രനല്ല എന്ന് സ്വയം തിരിച്ചറിയുക. ഇതായിരുന്നു ദൈവത്തിന്റെ ഉപദേശം. ചില മേഖലകളൊക്കെ കോവിഡ് വന്നതോടുകൂടി പഴയതിനേക്കാളും പച്ച പിടിച്ചു എന്നും കേൾക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ പേരും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. എന്തായാലും നമ്മൾ നേരിട്ടേ പറ്റൂ, ജീവിച്ചേ പറ്റൂ. കാരണം ജീവിതം എന്നാൽ ജീവിച്ചു കൊണ്ടിരിക്കലാണ്. അതൊരു പ്രക്രിയയാണ്. ജീവിതത്തെ മനസ്സിലാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ജീവിച്ചുകൊണ്ടിരിക്കുക, അതിനൊപ്പം ഒഴുകിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണെങ്കിലും പുഴ ഒഴുകി അവസാനം കടലിൽ എത്തിച്ചേരുമെന്ന് പറയും പോലെ ഏതെങ്കിലും വിധത്തിൽ ഈ മഹാമാരി വിട്ടൊഴിഞ്ഞ് നമുക്കും പറന്നുയരാൻ ഒരു ദിനം വന്നു ചേരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ ബുദ്ധിയും ഹൃദയവും രണ്ട് ചിറകുകളായി പറക്കാൻ കരുതി വെക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിലിപ്പോൾ ഉണരേണ്ടത് ഹൃദയമാണ്. നമ്മൾ നിരാശയിൽ തകർന്നു നിൽക്കുമ്പോഴും എത്രമാത്രം ആളുകൾക്ക് ആശ്വാസമായി നമുക്ക് നിൽക്കാൻ സാധിക്കുന്നുവോ, നമ്മൾ ദേഷ്യത്തിൽ ജ്വലിക്കുമ്പോഴും എത്രമാത്രം ആളുകളോട് പോസിറ്റീവായിട്ട് ശാന്തമായി പെരുമാറാൻ കഴിയുന്നുവോ, നമ്മുടെ ഉള്ളു വിങ്ങുമ്പോഴും മറ്റുള്ളവരോട് നമുക്ക് ചിരിക്കുവാൻ കഴിയുന്നുവോ, അതാണ് നാളത്തേക്ക് നമുക്ക് പറന്നുയരുവാനുള്ള ചിറക് എന്നർത്ഥം. അത് കുടുംബത്തിലായാലും സ്ഥാപനത്തിലായാലും അങ്ങനെയാണ്. പ്രോഫറ്റ് മുഹമ്മദിന്റെ ഹൃദയവിശാലതയെ അടിസ്ഥാനമാക്കി മനോഹരമായൊരു കഥയുണ്ട്. ഉഗ്രൻ കഥയാണത്. പ്രവാചകൻ ഒരിക്കൽ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ടവൻ ഒരു കുല മുന്തിരിയുമായിട്ട് വന്നു. ആ ദരിദ്രന്റെ എത്രയോ കാലമായിട്ടുള്ള മോഹമായിരുന്നു പ്രവാചകന് ഒരു സമ്മാനം കൊടുക്കുക എന്നത്. പ്രോഫറ്റ് മുഹമ്മദ് അതിൽ നിന്നും ഒരു മുന്തിരി വായിലിട്ടു. പിന്നെ രണ്ടാമത്തേതും മൂന്നാമത്തേതും അങ്ങനെ ഓരോന്നായി വായിലിട്ട് അത് മുഴുവൻ തിന്നു തീർത്തു. അയാൾ അത്യധികം സന്തോഷവാനായിരുന്നു. താൻ എത്രയോ കാലമായി ആഗ്രഹിച്ചു കൊടുത്ത ആ സമ്മാനം മുഴുവൻ പ്രവാചകൻ സ്വീകരിച്ചത് കണ്ട് അയാൾ ആഹ്ലാദത്തിന്റെ അങ്ങേ അറ്റത്തെത്തിയിരുന്നു. അയാൾ മടങ്ങിപ്പോയപ്പോ ആൾക്കൂട്ടത്തിൽ ഒരാൾ പ്രവാചകനോട് ചോദിച്ചു, പ്രിയപ്പെട്ട നബി തിരുമേനി, ഇതെന്താണ് ഇന്ന് അങ്ങേക്ക് പറ്റിയത് എന്ന്. തന്റെ കയ്യിൽ കിട്ടുന്നതെന്തും എല്ലാവരും കഴിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രം കഴിക്കുന്ന അങ്ങ് ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. പ്രവാചകൻ ശാന്തമായി ഇങ്ങനെ മറുപടി പറഞ്ഞത്രേ, ആ പാവം അത്രമാത്രം ആഗ്രഹിച്ചാണ് ആ മുന്തിരിക്കുല എനിക്ക് തന്നത്. ആദ്യത്തെ മുന്തിരി ഞാൻ കഴിച്ചപ്പോൾ അത് വല്ലാത്ത പുളിപ്പും ചവർപ്പും ഉള്ള മൂപ്പെത്താത്ത മുന്തിരിക്കുലയാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. അത് നിങ്ങൾക്ക് തന്നാൽ അയാളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ആരെങ്കിലും അത് തുപ്പിക്കളയുകയോ അല്ലെങ്കിൽ അത് നല്ലതല്ല എന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ ഭാവം ഒന്ന് മാറുന്നത് പോലും അയാൾ കണ്ടാൽ ആ പാവത്തിന്റെ ഹൃദയം വേദനിക്കും. അതുകൊണ്ടാണ്
ചവർപ്പും പുളിപ്പുമുള്ള ആ മുന്തിരി മുഴുവൻ നിങ്ങൾക്ക് തരാതെ സന്തോഷത്തോടുകൂടി ഞാൻ കഴിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം. ഇതൊരു വലിയ പാഠമാണ്. അതുകൊണ്ട് ഈ കോവിഡ് കാലത്ത് പരസ്പരം പരിഭവങ്ങൾ പറയാതെ നമുക്ക് പരസ്പരം ആശ്വാസമാവാം. ബി പോസിറ്റീവ് ആൻഡ് സ്മൈൽ. അപ്പോ ശുഭരാത്രി.